ശരിക്കും അപ്പോൾ നമ്മളൊരു ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് നെയിം രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടി വരിക? ബേസിക്കായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡ് നെയിം സെലക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം സിമിലർ നെയിം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരേ പേരുള്ള ബ്രാൻഡ് നെയിം നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ജനറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉൽപ്പന്നത്തിൻ്റെ, അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ അതേ കാറ്റഗറിയിൽ വരുന്ന പേരുകൾ ഇടരുത്. ഉദാഹരണം, ഒരു ഫ്രഷ് മിൽക്ക്, ഒരു മിൽക്ക് വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്, അവർക്ക് ഫ്രഷ് മിൽക്ക് എന്ന് പേരിടാൻ പാടില്ല, കാരണം മിൽക്കിൻ്റെ ഇതാണ്. നേരെ മറിച്ച് ഒരു ഫ്രൂട്ട്സ് വിൽക്കുന്ന കടയ്ക്ക് ആപ്പിൾ എന്ന് ഇടാൻ പറ്റില്ല. നേരെ ഒരു മൊബൈലിന് അത് വരാം, പക്ഷേ സെയിം കാറ്റഗറിയിലുള്ളതിന് വരാൻ പാടില്ല. അപ്പോൾ അതൊരു ജനറിക് നെയിമാണ്. അമുൽ എന്ന് പേരിടാം, അമുൽ എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ പേരുകൾ സെലക്ട് ചെയ്യണം. പിന്നെ അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണറ്റിക് ആണ്. ഫോണറ്റിക് എന്ന് പറയുമ്പോൾ പേരിൻ്റെ അതേ സ്പെല്ലിങ് യൂസ് ചെയ്യാൻ പാടില്ല.